ഇതിപ്പോ മക്കൾക്കാലാണ്. അതുകൊണ്ട് 3 മക്കളുടെ പേര് ഞാൻ പറയാം. ഇവരുടെയൊക്കെ അച്ഛന്മാരുമായിട്ട് സർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഇതിലേത് മോന്റെ ഓർമ്മയാണ് സാറുടെ മനസ്സിലുള്ളതെന്ന് പറയണം. ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, വിനീത് ശ്രീനിവാസൻ. ഞാൻ ഫഹദുമായിട്ട് എനിക്ക് വലിയ ബന്ധം ഉണ്ടായിട്ടില്ല, വിനീതുമായിട്ട് അടുപ്പമുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ഹൃദയം ചലിപ്പിച്ചത് മറ്റാരുമല്ല, ദുൽഖർ സൽമാൻ, മമ്മൂട്ടിയുടെ മോന്. മമ്മൂട്ടിക്ക് ഒരു മോനും മോളുമാണല്ലോ. വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. വളരെ ചെറുപ്പത്തിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. മോള് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ തടാകം എന്നുള്ള ഷൂട്ടിങ്ങിന് കാശ്മീർ മലമണ്ടലിരിക്കുമ്പോൾ സുൽഫി ഈ കൈക്കുഞ്ഞുമായിട്ടാണ് വന്നത്. അവിടെ ഭയങ്കര തണുപ്പുള്ള സമയത്ത്. അത് മോള്. മമ്മൂട്ടി വേണ്ടി എത്ര പടങ്ങൾ, എല്ലാം ഹിറ്റുകളാണ്. മമ്മൂട്ടി ഞാനും കൂടെ വന്നോ പടം ഹിറ്റാണ്. ശരിയാണോ? എത്രയോ പടങ്ങൾ. അവനാഴിയൊക്കെ ഇനി ഇതുപോലെ പടം ഉണ്ടാവില്ല. സാമ്രാജ്യം, അവനാഴി, ഓഗസ്റ്റ് ഫസ്റ്റ്, CBI ഡയറി ഗ്രൂപ്പ്, അങ്ങനെ എത്ര പടങ്ങളാണ് ഞങ്ങൾ ഒന്നും ചെയ്തിരിക്കുന്നത്. മോന് വളരെ ചെറുപ്പത്തിൽ അവൻ്റെ കുസൃതിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒരു 10, 12, 13 വയസ്സായ സമയത്ത് ഇതേ നൊയമ്പ് കാലത്താണ് ഞാൻ ഡബ്ബിങ്ങിന് മദ്രാസിൽ പോയി, ചെന്നൈ പോയി. മമ്മൂട്ടിയും കുടുംബവും ചെന്നൈ താമസിക്കുന്ന കാലം. അന്ന് ഇതിപ്പോൾ നൊയമ്പ് വീടുമല്ലോ, നമ്മുടെ റംസാൻ നൊയമ്പ് വീടുന്ന പെരുന്നാളാവുന്ന ദിവസം ഉണ്ടല്ലോ. ആ ദിവസം ഞാൻ വിചാരിച്ചു മമ്മൂട്ടി ഒന്ന് വിഷ് ചെയ്യാം. ചെന്നൈ ഞാൻ ഡബ്ബിങ്ങിന് പോയി. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് നമ്പർ, ലോക്കൽ നമ്പർ ഡയൽ ചെയ്തു. എടുത്തത് ഹലോ ആരാ ചോദിച്ചു, മമ്മൂട്ടി ഉണ്ടോ? ആരാ? ഞാൻ രാജുവങ്ങളാ സംസാരിക്കുക. ആരാ? മോനാന്നോ? അതെ, ദുൽഖറ രാജുവങ്ങളെന്ന് പറഞ്ഞു. മോളിൽ ലൈനിൽ വന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു മോളെ ഈദ് മുബാറക്ക്, അങ്ങനെ പറയാമെന്ന് വിഷ് ചെയ്തു. കുഞ്ഞുങ്ങളെ വിഷ് ചെയ്തു. മോനെ 1 മിനിറ്റ് ലേറ്റായില്ല. മോന് രാജുവങ്ങളെ ഇനി ഒന്നും തിരിച്ച് പറയരുത്, ഉച്ചയ്ക്ക് ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ വാപ്പായും ഉമ്മായും ഇല്ല. പക്ഷേ ദുൽഖർ പറയാ, രാജുവങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റായിട്ട് വന്ന് ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് ബിരിയാണി കഴിക്കുന്നത് ഞങ്ങളുടെ കൂടെ ആയിരിക്കണം. മോളും സ്പെഷ്യലി വിളിക്കുന്നു. മോനെ മമ്മൂട്ടിയും സുൽഫിയും കൂടെ ചേർന്ന് തരുന്ന ഒരു വെൽക്കത്തിന് കൂടുതൽ ഈ കുഞ്ഞുങ്ങൾ എനിക്ക് തന്നു. എത്ര വർഷം മുമ്പേ ആണെന്നറിയുമോ? അന്ന് ദുൽഖർ അങ്ങോട്ട് 10-12 വയസ്സായി കാണുള്ളൂ. ഞാൻ ദുൽഖറിനെ ഒരിക്കലും മറക്കുകയുമില്ല. ആ ദിവസം ഞാൻ മറക്കുകയില്ല. എനിക്ക് പ്രതീക്ഷ ആ മകനിലുണ്ടാവും. പ്രൂവ് ചെയ്തല്ലോ. ഉസ്താദ് ഹോട്ടലോടുകൂടി ഇൻഡിപെൻഡൻ്റ് ആക്ടറാവും. ഞങ്ങളുടെ ആരുടെയും വാപ്പായുടെയും സഹായം വേണ്ടാതെ തന്നെ മലയാള സിനിമയിൽ വേരുറപ്പിച്ച് കഴിഞ്ഞു ദുൽഖർ. ഫഹദുമായിട്ട് ഞാൻ പടങ്ങളൊന്നും ചെയ്യുമല്ലോ, വലിയ പരിചയമില്ല. ഫാസിലുമായിട്ട് പോലും എനിക്ക് വലിയൊരു പരിചയമുണ്ട്. ഞാൻ ഇന്ന് വരെ ഡയറക്ടേഴ്സിൻ്റെ വീട്ടിൽ പോയി മണിയടിക്കാനൊന്നും പോകത്തില്ല. പണ്ട് മുതലേ ചെയ്യാറില്ല. കാണുമ്പോൾ വിഷയം അതല്ല, എനിക്കൊരു വേഷം തായെന്ന് പറഞ്ഞാൽ ആരുടെ അടുത്ത് പോകാറില്ല. അത് അഹങ്കാരമായിട്ട് പറയുന്നതല്ല. അങ്ങനെയുള്ളൊരു മാനസിക അടുപ്പമുണ്ടെങ്കിൽ മാത്രമേ പോകാൻ തോന്നുള്ളൂ. ശരിയല്ല, എനിക്ക് ഫാസിലുമായിട്ട് അങ്ങനെ അടുപ്പമേ ഇല്ല. പക്ഷെ ഫഹദ് ഈസ് എ വണ്ടർഫുൾ ആക്ടർ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. വിനീത് ശ്രീനിവാസൻ, വിനീതുമായിട്ട് നല്ല അടുപ്പം. എൻ്റെ മോൻ്റെ കല്യാണത്തിന് വിനീതാണ് വന്നത്. ശ്രീനിവാസനെ വിളിച്ചു, പക്ഷേ വിനീതാണ് റെപ്രസെൻ്റ് ചെയ്ത് വന്നത്. നല്ല ഗായകനാണ്, നല്ല മര്യാദയുള്ളവനാണ്, നല്ല പെരുമാറ്റം. എനിക്ക് ഏറ്റവും ഇഷ്ടം വിനീതിൻ്റെ പെരുമാറ്റമാണ്. സച്ച് എ ഡൗൺ ടു എർത്ത് ഹ്യൂമൻ ബീയിങ്. അതിലെനിക്ക് സന്തോഷമുണ്ട്. കലാകാരനാണ്, ഗായകനാണ്, എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. തലമുറയിൽ ഞാൻ സന്തോഷിക്കുന്നു. പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എടുക്കരാ. ഇടി കിട്ടുന്ന സമയത്ത് ആദ്യം പറഞ്ഞു തന്ന പാഠം സിനിമയിൽ എന്തായിരുന്നു? ആര് എന്ത് പറഞ്ഞു? പാഠം പറഞ്ഞു തന്ന പ്രേം നസീർ സാറാണ്. ഒരു ഇടി കൊണ്ടിട്ട് ഞാൻ പോയി നമ്മുടെ ഈ പഴയ വീടുകളുടെ ഇളക്കുമില്ല, നമ്മുടെ തടിയുടെ എന്താ പറയുക, നമ്മുടെ കഴുക്കോലും പട്ടികയെന്ന് പറയും, പട്ടിക, അതെല്ലാം ഏതോ ഒരു വീടിൻ്റെ പട്ടികയെല്ലാം കൂടി ഫൈറ്റ് എടുക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ ക്യാൻവാസ് റഫായിരിക്കണം. ഒരടി കൊണ്ടപ്പോൾ മാസ്റ്റർ കാണിച്ചു തന്നത്, ആ പയ്യൻ ഫൈറ്റ് ചെയ്യുന്ന പയ്യനുണ്ടല്ലോ നമുക്ക് കാണിച്ചു തരുന്നത്, അവൻ പോയി വീണത് ഈ പട്ടികയുടെ പുറത്തോട്ടാണ്. അപ്പോൾ അടി കൊണ്ടിട്ട് ഞാൻ ടേക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി, എനിക്കൊരു റിഹേഴ്സലുണ്ട്. അപ്പോൾ റിഹേഴ്സൽ 1 ഞാൻ പോയി വീഴുന്നത് അതിൻ്റെ പുറത്തോട്ടാണ്. അടുത്ത് കണ്ടുകൊണ്ടിരുന്ന കസറിലിരിക്കുന്ന നസീർ സാർ, ഞാൻ ജീവിതത്തിൽ അതും മറക്കില്ല. ക്യാപ്റ്റൻ കമിയാർ ഇങ്ങനെ വിളിച്ചെന്നെ. ഞാൻ വന്നിട്ട് എനിക്ക് ഇരുന്നേ, ഇവിടെ ഇരുന്ന് അങ്ങോട്ടൊന്ന് നോക്കിയേ, ആ പട്ടികയുടെ പുറത്ത് എന്താണ് കാണുന്നത്? നമ്മൾ മൊത്തം ആണിയാ സാറേ. ക്യാപ്റ്റൻ അതൊന്ന് കൊണ്ടു കഴിഞ്ഞാൽ സെപ്റ്റിക്കാവും, ഇപ്പോഴത്തെ പടവും നിൽക്കും, അഭിനയവും നിൽക്കും, ഞങ്ങളെല്ലാം ഇവിടെ കുത്തിയിരിക്കേ ഉള്ളൂ. ക്യാപ്റ്റൻ ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്യണം, ഇഞ്ചക്ഷൻ എടുക്കണ്ടേ, ടെറ്റനസ് എടുക്കണമല്ലോ. അതുകൊണ്ട് ആവേശം കൊള്ളാം, ദയവ് ചെയ്ത് സിനിമയാണിത്, ഇത് ആക്ച്വൽ ലൈഫല്ല, ഇത് നമുക്ക് ജീവിക്കാനുള്ള മാർഗ്ഗമായതുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ക്യാപ്റ്റൻ നോക്കിക്കണ്ട് അതിൽ ആണിയുണ്ടെങ്കിൽ ക്യാപ്റ്റൻ തന്നെ പോയി എടുത്ത് മാറ്റണം. ആരും മാറ്റിയിടാനൊന്നും സിനിമയിൽ വരില്ല. എടുത്ത് തിരിച്ചിട്ടാൽ മതി. ആണിത് അപ്പോട്ട് ഇങ്ങനെ കുത്തി നിർത്തിയാൽ മതിയല്ലോ. മൊനെ ഇങ്ങനെ നിൽക്കാതിരുന്നാൽ മതിയല്ലോ. ശരിയല്ല, ഇതിന്ന് ആര് പറഞ്ഞു തരും? അതൊക്കെയാണ് പഴയ കാലത്തെ നസീർ സാർ, മധു സാർ എന്നൊക്കെ പറയുന്നവരുടെ മഹത്വം. അതാണ് ലൈഫിനെ റിസ്കിലാക്കിക്കൊണ്ട് ഞാൻ ആദ്യമായിട്ട് അതാണ് ചെയ്തത് സിനിമയിൽ. എന്ത് ആന എന്നുള്ള പടത്തിൽ അതാണല്ലോ ഉദ്ദേശം. ഞാൻ റിസ്കി ഷോട്ട് എടുത്തത്. പി ചന്ദ്രകുമാറാണ് ഡയറക്ടർ. അന്നപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ആനയാണ്. അതിന് മലയാളം മനസ്സിലാവില്ല. ഉഠോ ലേലോ കീഞ്ചോ എന്നൊക്കെ പറയണം. വലിക്കാൻ കീഞ്ചോ എന്നൊക്കെ പറയണം. എന്തായാലും ഞാൻ ആനയുമായിട്ടാണ് കളി. ഞാൻ റേഞ്ച് ഓഫീസറാണ്, മധു സാർ അതിനകത്ത് സീനിയർ ഓഫീസറായിട്ട്. ഞങ്ങൾ 2 ആന പി ചന്ദ്ര, പഴയകാല പടമാണ്. അന്ന് ഈ ആന എന്നെ കൊല്ലാൻ പറഞ്ഞു. പക്ഷേ ആ കൊല്ലാൻ ആന ഓടത്ത് പോലുമില്ല. നമ്മൾ പുറയിലായിട്ട് കുത്തിയാലേ അന്ന് അനങ്ങുള്ളൂ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ ഓടണമല്ലോ. അപ്പോൾ ഞാൻ തുമ്പിക്കൈ തൊട്ടാണ് ഓടുന്നത്.
അതായത് നമ്മളെ ഇപ്പം കൊല്ലുമെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇപ്പോൾ മരത്തിൻ്റെ മണ്ട വരെ കയറി പോകുന്ന വള്ളിയുണ്ടല്ലോ, വള്ളിച്ചെടികൾ, അത് ഇത്രയും കനമുള്ളൊരു വള്ളിയെ ഞാൻ പിടിച്ചാൽ കയറും. ആനക്കാരൻ പറഞ്ഞു കൊടുക്കും കീഞ്ചോ കീഞ്ചോ എന്ന് പറയും. ഇത് ഞാൻ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആന വന്ന് വള്ളി പിടിച്ചൊരു ഒറ്റ വലിയ ഇത് വലിക്കുമ്പോൾ ഇതിൻ്റെ കൊമ്പ് ഇങ്ങനെയല്ലേ നിൽക്കുന്നത്, തുമ്പിക്കൈ വെച്ച് ചുരുട്ടി ഇങ്ങനെ വലിക്കുമ്പോൾ ആനയുടെ കൊമ്പ് അങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കുന്നത്, ശരിയല്ലേ? ഒരൊറ്റ വലി മേളി വെച്ച് അങ്ങ് പൊട്ടി. ഞാൻ വിചാരിച്ചു തീർന്നു. നേരെ വന്ന് ആ കൊമ്പിന്റെ നേർക്കാവും, എൻ്റെ വയറും എല്ലാം കുത്തി കയറി പോയനെ. ഭാഗ്യത്തിന് ഈ പൊട്ടിയത് മേളില്ല, ഇത് പിടിച്ചപ്പോൾ പൊട്ടിയ വള്ളി ഇങ്ങനെ മരത്തിന്റെ ഇടയിൽ കൂടെ വന്ന് 2 ബ്രാഞ്ച് ഇങ്ങനെ നിൽക്കുക, വലിയ ബ്രാഞ്ച് മേളില്. അതിനിടയിലോട്ട് വള്ളി വന്ന് കുരുങ്ങി. അവിടെ ഞാനിങ്ങനെ ബ്രേക്ക് ഇട്ടൊന്നും അതിങ്ങനെ നിന്നു. ആനയുടെ കൊമ്പുമായിട്ട് 2-3-4 അടിയുടെ വ്യത്യാസമേ ഉള്ളൂ. ഇതാണ് ഞാൻ നേരിട്ട് മരണത്തെ കണ്ട ഒരു ദിവസം വന്ന. അതായിരുന്നു എന്റെ സിനിമയിലെ ആദ്യത്തെ ആലിംഗനം. ഞാനെന്ത് ഹീറോ ആയിരുന്നു? അല്ല, എനിക്കറിയില്ല സർ. ഞങ്ങൾ വില്ലന്മാരെവിടെയാ കെട്ടിപ്പിടിക്കുന്നത്? മനസ്സിൽ ആഗ്രഹമുണ്ട്, നടക്കണ്ടേ മോനെ ഷാനെ, നിന്റെ ആഗ്രഹമായി ചോദ്യം. അതായിരുന്നു എന്റെ സിനിമയിലെ ആദ്യ ചുംബനം. ചുംബനോ? ചുംബനം രംഗം ഉണ്ടായിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഇതിനകത്ത്? ഇല്ലല്ലോ, ഒരിക്കലും അങ്ങനെയുള്ള സീനേ ചെയ്തില്ല. ഒരു സ്ത്രീയെയും ഞാൻ വിവാഹത്തിന് മുമ്പെയോ ഈ സിനിമയിൽ വന്നതിന് ശേഷമോ വെളിയിലങ്ങ് പോയി ഒരു ഉമ്മയും കൊടുത്തിട്ടില്ല. സാർ, സ്ത്രീകൾ ഒരുപാട് പേടിച്ചിരുന്നത് റേപ്പ് സീനുകൾ കണ്ടിട്ടാണോ? ഞാൻ അധികം റേപ്പ് ചെയ്തിട്ടില്ല. മോൻ പഴയകാലം ഒരു പടവും നീ കളയത്തില്ലായിരുന്നല്ലേ? അത് മനസ്സിലായി. പഴയ എല്ലാ KS ഗോപാലകൃഷ്ണന്റെ പോലുള്ള എല്ലാ പടങ്ങളും കാണുമായിരുന്നു. ഇല്ല, ഞാൻ ചോദിച്ചാണ് സാർ. അതിനോട് താല്പര്യമുണ്ടെന്നല്ലേ എനിക്ക് മനസ്സിലായി. ഷാന റേപ്പ് സീൻ ഒരു പടം, മോർച്ചറി എന്നൊരു പടവും പിന്നെ രതില എന്നുള്ള മധുസാറിൻ്റെ പടവും, അതിനകത്തും ക്യാമറ നോക്കി. ഇപ്പോൾ ക്യാമറ അവിടെ ഇരിക്കുകയാണെങ്കിൽ പെൺകുട്ടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ തല കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അവിടെ കാണികൾ വിചാരിക്കും ഞാൻ ഉമ്മ കൊടുക്കാൻ ചെന്നാണ്. ഞാൻ അടുത്തോട്ട് പോയിട്ടില്ല, ആവശ്യമില്ല, അവരെ ഉപദ്രവിച്ചിട്ടില്ല, ബെഡ്റൂംസിലും ഒരു വേണ്ടാത്ത ഒരു സംഗതി ഞാൻ കാണിച്ചിട്ടില്ല. എൻ്റെ ആവശ്യമില്ല. യു ആർ ദ ബെസ്റ്റ് വില്ലൻ. അങ്ങനല്ല, വെൽ ബിഹേവ്ഡ് വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം. ചില വില്ലന്മാരെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പെൺകുട്ടിയെ റേപ്പ് വല്ലതും കിട്ടിയ പിന്നെ പെണ്ണിൻ്റെ കഥ കഴിഞ്ഞു. പിന്നെ മസാജ് പാർലറിൽ പോയി ഒരു 2 മാസം വല്ലതും നല്ല ഇതില്ലേ, നമ്മുടെ ഈ കറുത്ത ആടിനെ കൊണ്ട് നീ തണുപ്പ് കാലത്ത് ഒരു ലേഹ്യം ഉണ്ടാകും, ചവനപ്രകാശം, അതല്ലേ? അതൊക്കെ വാങ്ങിച്ച് കഴിച്ചാലേ ഈ സ്ത്രീ പിന്നെ നേരെ നടക്കുകയുള്ളൂ. അതുപോലെ ആക്കി കളി. ഞാൻ പേര് നാടിനെ പറയാം. സിനിമയിൽ ഇങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ ഉണ്ട്. അത്ഭുതമെന്നല്ല, അത് അവർ സിൻസിയറായിട്ട് അങ്ങ് ചെയ്യുകയാണ്. അതിനകത്ത് നമ്മുടെ ടെക്നീഷ്യൻസും ഒക്കെ സപ്പോർട്ട് ചെയ്യും. ചെന്ന് ചെവിയിലെന്ന് പറയും ഇച്ചിരി റഫായിട്ട് ചെയ്തേക്കണേ എന്നുള്ളത്. കാരണം ഈ ഒരു പീരീഡിൽ മലയാള സിനിമ ഇപ്പൊടി മസാല ഇങ്ങനെ കാണിക്കുന്നത് ഇഷ്ടമായിരുന്നു. പക്ഷേ ഡയറക്ടർ ഭരതേട്ടൻ കാണിക്കും, അത് ഭയങ്കര മാഗ്നാനിമസാണ്, വളരെ ഡീസൻ്റ്. രാജ് കപൂർ മന്ദാകിനി എന്ന് പറഞ്ഞ ബ്രസ്റ്റ് തുറന്ന് ഒരു ബ്രസ്റ്റ് എടുത്ത് ഒരു കുഞ്ഞിന് പാല് കൊടുക്കുന്ന പച്ചയ്ക്ക് കാണിച്ചിട്ടില്ലേ? പക്ഷെ ഒരു വൃത്തിയേട് തോന്നുന്നില്ല അതിനകത്ത്. രാജ് കപൂർ അതുപോലെ ഒരു സിറ്റുവേഷനാണ് കൊണ്ടുവന്നിരിക്കും. ഒരു പീരീഡ് മലയാള സിനിമ അങ്ങനല്ല. ഇത് കാണിച്ച ആൾക്കാരെ കയറ്റുന്ന ഒരു പീരീഡ് ഉണ്ടായിരുന്നു. മലയാള സിനിമയുടെ പവനായാണ് പിന്നെ ക്യാപ്റ്റൻ രാജു. സോ ഞാൻ ഇനി ഒരു പവനായി റൗണ്ട് ചെയ്യാൻ പോവാണ്. ആയിക്കോട്ടെ. പക്ഷെ ഈ റൗണ്ടിന് പ്രത്യേകതയുണ്ട്. ഞാൻ പവനായി ആക്കും അങ്ങേ. പക്ഷെ അങ്ങ് ഈ പവനായി ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ സത്യം മാത്രമേ പറയാൻ പാടൂ. ആയിക്കോട്ടെ, സത്യം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ആയിക്കോട്ടെ. Can I have the cap, please? ക്യാപ്റ്റൻ രാജു, അങ്ങ് നേരത്തെ പട്ടാളത്തിലായിരുന്നു. എപ്പോഴെങ്കിലും പട്ടാളത്തിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരുവിധ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഐ വാസ് എ വെരി ഡിസിപ്ലിൻ സോൾജിയർ. നോ വേ. ഒരു ദിവസം ഒരു CEO വിളിച്ചൊന്ന് ഫയർ ചെയ്തുള്ള പണിഷ്മെന്റ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. പണ്ട് ഫോണില്ലാത്ത, മെസ്സേജ് ഇല്ലാത്ത, BBM ഇല്ലാത്ത, ടെക്സ്റ്റിംഗ് ഇല്ലാത്ത കാലത്ത്, ഒരു സുവോളജി സ്റ്റുഡൻ്റായി കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ക്യാപ്റ്റൻ രാജുവിന് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അത് പ്രണയം എന്ന് പറയാനൊക്കത്തില്ല, എനിക്ക് ഇൻഫാറ്റുവേഷൻ എന്ന് പറയാം. എങ്ങനെയായിരുന്നു അത്? അതിന്റെ ഡീറ്റെയിൽസ് പറയണം. ഈ തൊപ്പിട്ട എല്ലാം പറയണം സർ. സത്യം പറയണം. അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ജൂനിയറായിട്ട് പഠിച്ച എൻ്റെ നാട്ടുകാരിയായ തന്നെ ഒരു കുട്ടി, അത് അന്നെൻ്റെ ഹൈറ്റ് ആ പ്രശ്നം. നല്ല ഹൈറ്റൊക്കെ ഉണ്ട്, വലിയ കളറൊന്നുമില്ല, എന്നാലും ചെറിയ ആവശ്യത്തിന് നിറമുണ്ട്, വെൽ ബിഹേവ്ഡ് ആയിരുന്നു. അന്ന എന്നോ മറ്റോ പേര്? അന്ന എൻ്റെ അമ്മയുടെ പേര്, എൻ്റെ പൊന്നുമോനെ. അല്ല, അപ്പൊ കാത്രൻ എന്ന മറ്റാണോ പേര്? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. വേറെ 2 ചെറിയ ഒറ്റ വാക്ക് തന്നെ ഇങ്ങനെ ഡബിളായിട്ട് വരുന്ന പേരുണ്ട്. ജലജ. അതാണ് ഒറ്റ ലെറ്റർ വരുന്നതല്ലോ. 3 പേരിലേക്ക് നീ ഷാൻ എങ്ങനൊക്കെ ശ്രമിച്ചാലും ഞാൻ തൊപ്പിയെ ബഹുമാനിച്ചുകൊണ്ട് കളിക്കും. എന്താന്ന് ചോദിച്ചാൽ ആരും ആയിക്കോട്ടെ, ആ കുട്ടി എന്തിനാ വേദനിക്കുന്നത്? കല്യാണം കഴിഞ്ഞൊരു അമ്മയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ കാലങ്ങൾ പറയണം. പക്ഷെ ആ കൊച്ചിനെ കെട്ടാനും പറ്റിയില്ല. അത് വിധി എന്ന് പറയും, ശരിയല്ലേ? ക്യാപ്റ്റനായിട്ട് ഞാൻ പോയിട്ട് നേരെ വരുന്നു, എൻ്റെ കൂടെ ഇറങ്ങി വന്ന് പറഞ്ഞിരുന്നത് ചിലപ്പോൾ ആ കുട്ടി ഇറങ്ങി വന്നേനെ. പക്ഷെ അങ്ങനൊന്നും മാതാപിതാക്കളെ വേദനിപ്പിക്കാനുള്ള ഒരു ചങ്കൂറ്റം, വേറെ വാക്കുകൾ മലയാളത്തിൽ പലതും പറയും, ഞാനത് പറയുന്നില്ല, അതിനുള്ളൊരു ചങ്കൂറ്റം എനിക്കില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. സോ സത്യം മാത്രം പറഞ്ഞ ഈ തൊപ്പി ഇനി ഊരാം പവനായിക്ക്. പക്ഷെ പകരം ഐ ഗിവ് യു എ ഗിഫ്റ്റ്. ഓർക്കാൻ വേണ്ടിയിട്ട് ഐ ഗിവ് യു എ സ്മോൾ തൊപ്പി.
സർ ഇവരെ വിളിക്കുന്നത് എന്താണ്? മമ്മൂട്ടി, മമ്മൂസ്, മോഹൻലാൽ, ലാൽ. ഇവരിൽ പ്രിയം ആരോട്? വല്ലാത്ത ചോദ്യം. രണ്ടുപേരും എനിക്ക് ഒരുപോലെ. ഇതിൽ ആര് ചേട്ടൻ? എന്നാ പിന്നെ വയസ്സങ്ങ് ചോദിച്ചാൽ പോലെ. അവനെ ഷാനെ, എൻ്റെ തലയ്ക്കകത്ത് മൊത്തം നല്ല ബുദ്ധി തന്നെയാണ്. ക്യാപ്റ്റൻ രാജുവിനെ ഫിലിമിൽ തെരഞ്ഞെടുക്കാൻ ഒരു കാരണം പറയുകയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും? യു ആർ ടോൾ, യു ആർ ഹാൻസം. തെരഞ്ഞെടുക്കാൻ ഒരിക്കലും ഞാൻ ഉപയോഗിക്കില്ല. എങ്ങനെ അവസരം കിട്ടിയെന്ന് ചോദിച്ചാൽ ടോളോ ഹാൻസം ആയതുകൊണ്ടല്ല. എൻ്റെ ഉത്തമ സുഹൃത്ത് വേണുഗോപാൽ ടാക്കീസിൻ്റെ ഉടയൻ രാജു എൻ്റെ ഉത്തമ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ സിനിമ നടനായത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് യു ആർ ടോൾ ഓർ ടോൾ ഹൈറ്റ് കൂടിയവരെ സിനിമയിൽ പ്രയാസമാണ്. കാരണം ഓപ്പോസിറ്റ് വരുന്നത് എനിക്കെന്താ ഹീറോ ആകാൻ പറ്റാഞ്ഞതിൻ്റെ കാരണം അറിയോ? എൻ്റെ ഹൈറ്റ്. ഈവൻ സീമ വരെ വരുമ്പോൾ ചില സമയങ്ങളിൽ സ്റ്റൂള് തിരിച്ചിട്ടിട്ട് അതിൽ കയറ്റി നിർത്തി ബാലൻസ് ചെയ്തിട്ടുണ്ട് ഫ്രെയിം. അതല്ലേ? അത് തന്നെ. സാറുടെ 2 ഫേമസ് ക്യാരക്ടേഴ്സ് ഞാൻ പറയാം. യുവർ ഫേവറേറ്റ് ക്യാരക്ടർ പവനായി അരിങ്ങോടൻ. ജനങ്ങൾ അപ്രീഷിയേറ്റ് ഹൈ സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ക്യാരക്ടർ അരിങ്ങോടറാണ്. എനിക്കത് എന്നെ ഒരു ക്ലാസ് ആർട്ടിസ്റ്റുമാണെന്നുള്ളത് പ്രൂവ് ചെയ്യിച്ചത് അരിങ്ങോട്ടർ മൂലമാണ്. പവനായി എന്നുള്ളത് കേരളത്തിലെ മാസ് എന്ന് പറയത്തില്ല, ലക്ഷോപലക്ഷം ജനങ്ങളെന്ന് പറയല്ലേ, എൻ്റെ പ്രേക്ഷകർ അവരെന്നെ സ്വീകരിച്ചത് പവനായി കൂടെ. പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ് ഓഡിയൻസിനെ കൈനീട്ടി സ്വീകരിച്ചത് നർമ്മമുള്ള പവനായി കൂടെ. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ക്യാപ്റ്റൻ രാജുവിന് എന്താണ്, പേടിപ്പിക്കാനോ ചിരിപ്പിക്കാനോ കൂടുതൽ ഇഷ്ടം? ചിരിപ്പിക്കാനാണ് പാട്, പേടിപ്പിക്കാൻ വളരെ ഈസിയാണ്. എനിക്ക് ചിരിപ്പിക്കുന്ന നർമ്മമുള്ള വേഷങ്ങൾ ചെയ്യാനാണ് മനസ്സിലെ ആഗ്രഹം. ഈ 2 വില്ലന്മാരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ? TG രവി, ക്യാപ്റ്റൻ രാജു. രവിയേട്ടനാണ്, ഞാൻ ക്യാപ്റ്റൻ രാജുവാണ്. ഐ എം സോ ഹാപ്പി സർ, ബിക്കോസ് ഒരുപാട് പേർ കണ്ട് പേടിച്ചിട്ടുള്ള ഒരു വില്ലൻ, എന്നാൽ മനസ്സിൽ ഒരുപാട് നന്മ കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ. ആൻഡ് ആ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഐ എം ഗിവിങ് യു എ സ്മോൾ ഗിഫ്റ്റ് ജസ്റ്റ് ഫോർ യു. താങ്ക് യു. കുടുംബം, യേശുവിൻ്റെ കുടുംബമാണ് മോനെ. ഇത് 1 കോടി രൂപ എനിക്ക് തരുന്നതിൽ മഹത്വമാണ് എനിക്ക് ഈ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് തരുന്നത്. ഒരിക്കലും ഞാൻ മറക്കില്ല. ഒപ്പം ഞാനിവിടെ ഒരു സെൻറ്റൻസ് നിർത്തിക്കോട്ടെ. മാതൃഭൂമിയുടെ ഈ കപ്പ എന്ന ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കെല്ലാവരും, ഞങ്ങളെ വളർത്തിയത് കേരളത്തിലെ പ്രേക്ഷകരാണ്. ഒരിക്കലും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ഈ ലെവലിലേക്ക് വളർത്തിയെടുത്ത് എവിടെയൊക്കെ വളരെ സിനിമ ഈ സൗഭാഗ്യം വാങ്ങിച്ചു തന്നത് നിങ്ങളാണ്, ഞങ്ങളാരുമല്ല. നിങ്ങൾ പ്രേക്ഷകർക്കെല്ലാവർക്കും നിങ്ങളുടെ കുടുംബത്തിലും നല്ലൊരു മുഹൂർത്തത്തിലാണ് നിങ്ങളിത് കാണാൻ പോകുന്നത്. എന്താണ് ഇസ്ലാം മതം ലോകം മൊത്തം പടച്ചവനെ സ്തുതിച്ചുകൊണ്ട് നോയമ്പ് നോക്കുന്ന ഈ കാലത്ത്, നോയമ്പ് വീടാൻ പോവാണ്, പെരുന്നാൾ വരാൻ പോവാണ്, എല്ലാ ജാതി മതസ്ഥർക്കും കപ്പ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലുള്ള എല്ലാ പ്രേക്ഷകർക്കും നന്മ വരട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ ക്യാൻസർ അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു.